സംസ്ഥാനത്തെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വകുപ്പുകളിൽ നിലവിൽ പറഞ്ഞതിനേക്കാൾ മാറ്റമുണ്ടായേക്കും. AP അനിൽകുമാറിന് വൈദ്യുതിയും ദേവസ്വവും നൽകിയേക്കും. K മുരളീധരന് ആരോഗ്യവും കായികവും. M ലിജുവിന് എക്സൈസും ടൂറിസവും നൽകാൻ ആലോചന. ഉന്നത വിദ്യാഭ്യാസം റോജി M ജോണും സഹകരണവും സാംസ്കാരികവും സിനിമയും PC വിശ്വനാഥനും നൽകിയേക്കും. മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച തീരുമാനം ഏറെ വൈകില്ലെന്നാണ് സൂചന. റോഷിപാലാണ് ചെയ്തത്. റോഷിപാൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇത്രയധികം മണിക്കൂറുകളായിരിക്കുന്നു. ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വനിത മുഖ്യമന്ത്രി VD സതീശനും 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത 24 മണിക്കൂർ പിന്നിടുമ്പോഴും വകുപ്പ് വിഭജനം സംബന്ധിച്ച പ്രതിസന്ധി ഇതുവരെ തീർക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ പല മന്ത്രിമാരും അവർക്ക് ചുമതല ഏറ്റെടുക്കാൻ കഴിയാതെ അവർ കാത്തിരിക്കുകയാണ്. കാരണം ഏറ്റവും നിർണായകമായ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യേണ്ട ചില വകുപ്പുകളുണ്ട്, പ്രത്യേകിച്ച് ആരോഗ്യമടക്കമുള്ള വകുപ്പുകൾ. അതിൽ പ്രധാനപ്പെട്ട യോഗങ്ങൾ വിളിച്ചു ചേർക്കേണ്ടതുണ്ട് മന്ത്രിമാർക്ക്. അത്തരം കാര്യങ്ങളടക്കം പ്രതിസന്ധിയിലാണ്. ഏതായാലും പക്ഷേ അന്തിമഘട്ടത്തിലാണ് മന്ത്രിസഭാ വകുപ്പുകൾ രൂപീകരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ എന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിക്കുന്നത്. അതിൽ വകുപ്പുകൾ നേരത്തെ പുറത്തു വന്ന വകുപ്പുകളിൽ ചില മാറ്റങ്ങളുണ്ടാകും. അതിൽ പ്രധാനമായും K മുരളീധരൻ കൈകാര്യം ചെയ്യുമെന്ന് നമ്മളറിഞ്ഞ ദേവസ്വം വകുപ്പ് നേരെ AP അനിൽകുമാറിന് കൈമാറും. വൈദ്യുതിയും ദേവസ്വവും AP അനിൽകുമാർ, K മുരളീധരൻ ആരോഗ്യവും കായികവുമാവും. M ലിജുവിന് എക്സൈസിന് പുറമെ ടൂറിസവും നൽകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് പോകുന്നത്. കാരണം M ലിജു എക്സൈസ് ഏറ്റെടുക്കാൻ വിമുഖത അറിയിച്ചിരുന്നു. സമാനമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംബന്ധിച്ച ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലഭിച്ചാൽ അത് റോജി M ജോണിന് നൽകാനാണ് തീരുമാനം. അതിപ്പോഴും മുസ്ലിം ലീഗ് നേതൃത്വവുമായി ചർച്ചകൾ തുടരുന്നു. അതേസമയം തന്നെ സഹകരണവും സാംസ്കാരികവും സിനിമയുമാണ് PC വിശ്വനാഥന്. തൊഴിലും യുവജനക്ഷേമവും OJ ജനീഷ് കുമാറിന്. അതിനിടയിൽ തുറമുഖ വകുപ്പ് അത് VD സതീശൻ തന്നെ പിടിമുറുക്കുകയാണ്. തുറമുഖത്തിനു വേണ്ടി പല ഗ്രൂപ്പുകളും KC വേണുഗോപാൽ പക്ഷവും ഒപ്പം A ഗ്രൂപ്പ് അടക്കം ആവശ്യമുയർത്തിയെങ്കിലും അതിൽ വിട്ടുവീഴ്ചയല്ലെന്ന് തന്നെയാണ് VD സതീശൻ പറയുന്നത്. സണ്ണി ജോസഫിന് റവന്യൂ, ഗതാഗതം CP ജോണിന്. ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഒരു പക്ഷേ ഏറെ വൈകാതെ തന്നെ തീരുമാനമുണ്ടാവുകയും വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്യും. ശരി, നമുക്ക് അന്തിമ തീരുമാനം എന്തെന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ അറിയാനാകും.